كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال النبي صلى الله عليه وسلم: إذا مات أحدكم عرض عليه مقعده بالغداة والعشي ما لي وقفت على القبور مسلما قبر الحبيب فلم يرد جوابي يا قبر ما لك لا تجيب مناديا أمللت بادي سبعة الأحباب. ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസ്മാന. ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, ചെറുവണ്ണൂർ അത്താണിക്കൽ ജുമാ മസ്ജിദിൽ വെച്ചുകൊണ്ട് മഹത്തായ പരിശുദ്ധ റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളെയും ഈമാനികമായി ധന്യമാക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള റമദാൻ തസ്കിയത്ത് ക്ലാസ്സിലെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നാം എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. നമ്മുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും പരസ്പരം ഒരുമിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. പശ്ചിമേഷ്യ മുഴുവനും ഭീതിതമായ ഒരു അവസ്ഥയിലാണ്
യുദ്ധക്കെടുതിയിൽ മുസ്ലിം രാഷ്ട്രങ്ങളും അതിലെ ആളുകളും മഈശത്ത് തേടി നമ്മുടെ നാട്ടിൽ നിന്ന് ആ രാജ്യങ്ങളിലേക്ക് പോയ നമ്മുടെ ബന്ധുമിത്രാദികളും സഹോദരന്മാരും സഹോദരികളുമൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി നാം നമ്മുടെ ഈ റമദാനിൻ്റെ ആത്മീയമായ അന്തരീക്ഷത്തിൽ പ്രത്യേകം ദുആ ചെയ്യണം. രക്ഷയും സമാധാനവും താങ്ങാൻ കഴിയാത്ത അപകടകരമായ അവസ്ഥയിൽ നിന്നുള്ള മോചനവും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കളായ സൈനിസ്റ്റ് ലോബികളും അഹ്ലുസുന്നയുടെ ശത്രുവായ ശിയാക്കളും പരാജയപ്പെടുന്നതിന് വേണ്ടിയും ഒക്കെ നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ സഹോദരങ്ങളെ, ഈ ചെറുവണ്ണൂർ ജുമാ മസ്ജിദ് എന്നത് വിഭവ സമൃദ്ധമായ ഒരു പള്ളിയാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട് വിഭവ സമൃദ്ധമായ ഭക്ഷണം എന്ന്. കാരണം നമുക്ക് താല്പര്യമുള്ള രുചികരമായ എല്ലാ ഭക്ഷണങ്ങളും ഏറ്റവും കൗതുകകരമായ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ആ രൂപത്തിൽ. അതുപോലെ വിഭവസമൃദ്ധമായൊരു പള്ളിയാണിത്. ശീതീകരിച്ച ഹാളിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല സുഖകരമായ കാർപ്പറ്റ്, അതേപോലെ തന്നെ നമുക്ക് ഖുത്ബ നിർവഹിക്കുവാനും നമസ്കരിക്കുവാനും ഒക്കെ നല്ല അഴകാർന്ന മെമ്പറും മിഹ്റാബുകളും. ഈ മതിൽക്കെട്ടുകൾക്കുള്ളിലാണെങ്കിൽ നല്ല അന്തരീക്ഷം. ചുരുക്കി പറഞ്ഞാൽ ഇത് അല്ലാഹു തആല തന്ന ഒരു നിഅമത്താണ് ഈ പ്രദേശത്തുകാർക്ക്. അല്ലാഹു തന്ന നിഅമത്തുകൾ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്നും ആ നിഅമത്തുകൾ ഓരോന്നും അല്ലാഹു തആല ആഖിറത്തിൽ ചോദ്യം ചെയ്യുമെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓതി വെച്ച നമുക്കൊക്കെ പരിചയമുള്ള ആയത്തിൽ ഖബറിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നരകം കണ്ണുകൊണ്ട് അല്ലാഹു നിങ്ങളെ കാണിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നിശ്ചയം അല്ലാഹു ഈ അനുഗ്രഹങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതിക്കൊടുത്ത ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ വിഷയത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശപ്പ് സഹിക്കവയ്യാതെ ഒരിക്കൽ വീട്ടിൽ നിന്നിറങ്ങുകയാണ്. ഇശാ കഴിഞ്ഞ് പച്ചവെള്ളമല്ലാതെ ഒന്നും വീട്ടിലില്ല. അങ്ങനെ ആരെങ്കിലും സൽക്കരിക്കുമോ എന്ന നീയത്തിൽ പ്രാർത്ഥനയോടുകൂടി വീട്ടിൽ നിറങ്ങിയപ്പോൾ നമ്മളൊക്കെ കേട്ട ചരിത്രമാണ്. വഴിയരികിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അബൂബക്കർ എന്താണ്? വിശപ്പാണ് നബിയെ, വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. രണ്ടുപേരും കൂടെ വഴിയിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടിയപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇറക്കിയ അതേ കാരണം തന്നെയാണ്, വിശപ്പുകൊണ്ടാണ്. ആരാണ് ഈ പുറത്തിറങ്ങിയത്? ലോകത്തിൻ്റെ ഹബീബ് റബ്ബുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇടവും വലവും നിൽക്കുന്ന രണ്ട് സ്വാഹിബികൾ ആരാണ്? ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികൾ. അവർക്ക് വയറ് നിറച്ച് കഴിക്കാനല്ല, അവരുടെ വിശപ്പം നടക്കാൻ. അവരുടെ വീട്ടിൽ ഒരു ഭക്ഷണമില്ലാത്തത് കൊണ്ട് അവർ പുറത്തിറങ്ങിയതാണ്. ചിന്തിക്കണം നമ്മൾ.
അങ്ങനെ അബൂ തൽഹ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കയറി. വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ സ്വഹാബി അദ്ദേഹത്തിന്റെ ഈന്തപ്പന തോട്ടത്തിൽ നിന്ന് പാകമായ കുറച്ച് ഈത്തപ്പഴമുണ്ടായിരുന്നു. അത് കഴുകി അവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. അവരതങ്ങനെ കഴിക്കുമ്പോൾ തൻ്റെ വീട്ടിനുള്ളിൽ നല്ല ഒരു ഭക്ഷണം പാകം ചെയ്ത് അത് സഫറയിൽ വിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഈ രണ്ട് സ്വഹാബികളെയും ക്ഷണിക്കുകയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കണ്ട സമയത്ത് അവിടുത്തെ കണ്ണുകൾ നനഞ്ഞുപോയി, ചുണ്ടുകൾ ഇടറിപ്പോയി. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിൽ നിന്നൊരൽപ്പം ഭക്ഷണം എൻ്റെ മകൾ ഫാത്തിമക്ക് പാർസലാക്കണം. എൻ്റെ മകൾ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. നോക്കൂ സഹോദരങ്ങളെ, എന്നിട്ട് അവിടെ നിന്ന് ആ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട് വിട്ടിറങ്ങിയ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹും അവർ ആ ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടിയ സമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്ത ആയത്താണ് ലതറമുന്നൽ ജഹീം, നിശ്ചയം നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും. ഒന്നുകൂടെ അല്ലാഹു യഖീനാക്കി, സുമ്മ ലതറമുന്നഹാ ഐനൽ യഖീൻ, നരകം ദൂരെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കല്ല. അല്ലാഹു തആല പറയാണ്, നിങ്ങളെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ആ നരകം കൊണ്ടുവരും. ആ കൺമുമ്പിൽ വെച്ച് നരകം നിങ്ങൾ ഇത് കണ്ണുകൾ കൊണ്ട് കാണുമെന്ന് അല്ലാഹു തആല. എന്നിട്ട് പറയുന്നു, സുമ്മ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്ന ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അന്നേ ദിവസം നിങ്ങൾക്ക് ഈ കിട്ടിയ നിഅമത്തിനെ കുറിച്ച് അല്ലാഹ് ചോദ്യം ചെയ്യും. സുബ്ഹാനല്ലാഹ്, ഏത് നിഅമത്താണത്? വിശന്നവശരായി പുറത്തിറങ്ങിയപ്പോൾ ഒരു സ്വഹാബി വെച്ചു കൊടുത്ത അന്നത്തെ ഒരു ഭക്ഷണം, ആ ഭക്ഷണത്തിൻ്റെ വറ്റ്, ആ ഭക്ഷണത്തിൻ്റെ പദാർത്ഥം നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മോട് നരകത്തിൻ്റെ മുമ്പിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഹബീബ് അവർക്ക് ഓതിക്കൊടുത്തെങ്കിൽ, ഇന്ന് ഈ വിഭവസമൃദ്ധമായ പള്ളിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നാം ജീവിതത്തിൻ്റെ ഇന്നലകളിലേക്കും ഇനിയുള്ള ദിനങ്ങളിലേക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് വല്ല പട്ടിണിയുണ്ടോ, പ്രാരാബ്ദമുണ്ടോ, വല്ല പ്രയാസമുണ്ടോ, വല്ല അല്ലലും അലട്ടലും ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് തീർക്കാൻ മാത്രമുള്ള പ്രയാസമല്ലേ ഉള്ളൂ. ആണോ? ആണ്. എങ്കിൽ നമ്മൾ ആ മരണത്തിന് ശേഷമുള്ള മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ഹിസാബിന് മുമ്പിൽ കൃത്യമായി മറുപടി പറയാൻ നമ്മുടെ മുമ്പിൽ എന്തുണ്ട് എന്ന ചോദ്യം നാം ഓരോരുത്തരും സ്വന്തം നഫ്സിനോട് ചോദിക്കുക. മഹാന്മാരായ സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ ആവശ്യമായ വിഭവസമൃദ്ധമായ രൂപത്തിൽ സൽക്രമങ്ങൾ ഒരുക്കി യാത്ര പോയവരായിരുന്നു. നമുക്ക് സലഫികൾ എന്ന പേരിൽ മൊത്തം അറിയപ്പെടും. കേരളത്തിൽ നമ്മൾ മുജാഹിദീങ്ങളെന്നും പറയും. നമ്മൾ പറയാറുള്ളത് എന്താണ്? അല്ലാഹ് തൃപ്തിപ്പെട്ട സലഫ് സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളൊക്കെ ആഗ്രഹമാണ്. പക്ഷേ നമ്മോട് പണ്ഡിതന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതർലാ അൻ തകൂന റഫീഖ ഖൗമിൻ ലഹും സാദുൽ അൻതബി ഗൈരി സാദി. അല്ലാഹു തൃപ്തിപ്പെട്ട, അല്ലാഹു തആലയെ തിരിച്ചു തൃപ്തിപ്പെട്ട ആ സമുദായം, ആ വിഭാഗം അവരുടെ കൂടെ സ്വർഗത്തിൽ പോകണമെന്നാണ് സലഫികൾ എന്ന ഓമന പേരിട്ടുകൊണ്ട് നടക്കുന്ന നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ നമ്മോട് പണ്ഡിതന്മാർ ചോദിക്കുന്നു, അവരുടെ സയ്യില്ലഹുംസാദ്, അവരുടെ മുമ്പിൽ അല്ലാഹു തആലയുടെ മുമ്പിൽ സമർപ്പിക്കാൻ അവർക്ക് ഒരുപാട് മജ്ജയും മാംസവും രക്തവും സമ്പത്തും സന്താനങ്ങളും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്ത് പറയാനുണ്ട്. എന്നാൽ അവരുടെ പാതയിലാണെന്നും പറഞ്ഞ് മെമ്പർഷിപ്പ് പോക്കറ്റ് ഇട്ട് കിടക്കാൻ നമ്മുടെ കയ്യിൽ വഅൻത ബിഗൈരി സാദി, ശൂന്യമായ കൈകളല്ലാതെ എന്തുണ്ട്? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, കുൻതു റഹൈതുകും മൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹാ. നിങ്ങൾ ഖബറിടം ധാരാളമായി സന്ദർശിക്കണം. എന്തിനാണ് നിങ്ങൾ ഖബറിടം സന്ദർശിക്കേണ്ടത്? അത് ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ, മരണത്തിന് ശേഷമുള്ള ആഖിറത്തിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരും. മാത്രമല്ല ഫഇന്നഹാ തുദ്ഹിസു ഫിദ്ദുനിയ, ദുനിയാവിനോടുള്ള ആർത്തി, അലച്ച അത്യാഗ്രഹം അതില്ലാതാക്കും. എത്തപ്പോൾ കുറേ ഉണ്ടാക്കിയിട്ട് ഇന്നലെ വരെ സ്വർണ്ണത്തളികയിൽ ഭക്ഷണം കഴിച്ചവർ, ഉല്ലാസയാത്ര നടത്തിയവർ, ഉന്നതമായ വിഭവസമൃദ്ധമായ
വസ്ത്രവും ആഡംബരവും എല്ലാമുള്ളവർ അതാ കുടുംബത്തിന് വിട്ടേച്ചുകൊണ്ട് ആ ചങ്ങായി ഖബറിലാണ്. ഓനൊരു 65-70 കൊല്ലം വരെ അത് ആസ്വദിക്കാൻ പറ്റിയില്ല. നമ്മളെ പ്രായത്തിന് മുമ്പ് മരിച്ചുപോയി. എത്ര ആളുകൾ അങ്ങനെ ഖബറിൽ. അതുകൊണ്ട് ആ ഖബറ് നിങ്ങൾ ധാരാളമായി സന്ദർശിച്ചുകൊണ്ട് ചിന്തിക്കണമെന്നാണ്. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളം നിനക്കില്ലേ, ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ, കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ, മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ. എത്ര രാജാക്കന്മാർ, സുഖലോൽപർ എല്ലാം വിട്ടൊഴിഞ്ഞ് അള്ളാഹുലേക്ക് യാത്ര പോവുകയാണ്. അതുകൊണ്ട് ഈ യാത്രക്ക് വേണ്ടി നമ്മുടെ കൈകളിൽ എന്തുണ്ട് എന്ന ചോദ്യം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ചോദിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള വിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് ഇഹലോക ജീവിതത്തിലെ ബന്ധങ്ങൾ മുറിച്ച് നിങ്ങൾ യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദമിന്റെ മക്കൾ യഖൂലുൽ അബ്ദി മാലി മാലി, ആദമിന്റെ മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എൻ്റെ ധനം, എൻ്റെ ധനം, എൻ്റെ സമ്പത്ത്, എൻ്റെ സമ്പത്ത്. ഫഇന്നഹു മിൻ മാലിഹി സലാസുൻ, അവന്റെ സമ്പത്തിൽ നിന്ന് 3 മാത്രമേ അവൻ്റെതുള്ളൂ. മാ അകല ഫഅഫ്ന ഔ ലബിസ ഫഅബ്ല ഔ അഅതാ ഫഖ്തനാ, അവൻ തിന്നു തീർത്തവന്റെ ഭക്ഷണം, അവൻ ധരിച്ചു ദ്രവിപ്പിച്ച അവന്റെ വസ്ത്രം. നോക്കി നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആദ്യത്തെ 2 പദപ്രയോഗം, ഒന്ന് ഭക്ഷണം, ഒന്ന് വസ്ത്രം, രണ്ടും വേസ്റ്റ് ആയിട്ടാണല്ലോ പറഞ്ഞത്. റസൂലുള്ളാഹി പറഞ്ഞു അല്ലേ, തിന്ന് ഒഴിവാക്കിയത് എന്നാണ്. സത്യത്തിൽ തിന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കലല്ലേ. ഔ ലബിസ ഫഅബ്ല, ധരിച്ച് ദ്രവിപ്പിച്ചത്, അതായത് അണിഞ്ഞു കഴിഞ്ഞ വസ്ത്രം ദ്രവിക്കും, അത് കീറും, ഓട്ടപ്പെടും, കളറ് മങ്ങും, മോഡൽ ഔട്ടാവും, ഒഴിവാക്കാനുള്ള. 3 പറഞ്ഞതോ ഔ അഅതാ ഫഖ്തന, കൊടുത്ത് ശേഖരിച്ചത്. കണ്ടോ, സത്യത്തിൽ ഇത് രണ്ടും നമുക്ക് കിട്ടിയതും 3-മത്തത് കൊടുത്താൽ പോകണമെന്ന് പറയും നമ്മളെ ഭാഷ പ്രകാരം. ആണോ അല്ലേ? പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, ദഅവത്തിന് വേണ്ടി, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കണ്ണീരൊപ്പുന്ന സംരംഭങ്ങൾക്ക് വേണ്ടി നാം കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിൽ പിശാച് കൊടുക്കുന്ന ദുർബോധനം എന്താ? കൂടെ നിൽക്കണോല് പറയുന്ന ദുർബോധനം എന്താ? ചെങ്ങായെ, ആ 5000 പോയി, വല്ല കാര്യമുണ്ട് എനിക്ക് അവിടെ പോയി ഇരിക്കേണ്ട ആവശ്യം? സ്വാഭാവികമല്ല, എന്നെ കണ്ട റെസീറ്റായിട്ട് പോലും വരും, കാരണം എനിക്ക് അത്യാവശ്യം ഉള്ളവനല്ലേ. അത് പോയി കിട്ടി, മോനും പറയും മറ്റോനും പറയും. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ടും പോയി, ഒന്ന് കിട്ടി എന്നാണ്. ഏതാ കിട്ടിയത്? അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുത്ത് ശേഖരിച്ചത്. അപ്പൊ ആദമിന്റെ സന്തതികൾ ഈ ദുനിയാവിന്റെ ആർത്തിയും അത്യാഗ്രഹവും അതിമോഹവും മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതിലൊരു ന്യൂനപക്ഷം മാത്രമാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ. അതായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇരിക്കാറുണ്ട്. നമ്മളൊക്കെ ഇരിക്കുന്ന പോലെയല്ല. അള്ളാഹുവിനെ ഓർത്ത്, പരലോകത്തെ ഓർത്ത് ധാരാളം സമയം ചെലവഴിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇരുന്നങ്ങനെ കണ്ണുനീരുകൾ ഉറ്റുന്ന രൂപത്തിൽ, ഹൃദയം തേങ്ങുന്ന രൂപത്തിൽ എപ്പോഴും കരയാറുള്ള വ്യക്തിയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പുറത്ത് തട്ടി ചോദിച്ചു, എന്തിനാണ് അബ്ദുറഹ്മാൻ കരയുന്നത്? വല്ല പ്രയാസമുണ്ടോ കുടുംബജീവിതത്തിൽ? അദ്ദേഹം തലയുയർത്തിക്കൊണ്ട് പറഞ്ഞു, കൈഫ നഫറഹു, എങ്ങനെയാണ് റസൂലേ ഞാൻ ഒന്ന് സന്തോഷിക്കുക, എങ്ങനെയാണ് റിസോർട്ടായി ജീവിക്കുക? അൽ മൗതു അമാമന, നമ്മുടെ മുമ്പിൽ മരണം വരാനില്ലേ? വൽ ഖബറു വറാഅനാ, നമ്മുടെ പിന്നിൽ ഖബർ ജീവിതമില്ലേ? അൽ ഖിയാമത്തു മൗഇദനാ, നമുക്ക് സമ്മേളിക്കാനുള്ള മഹ്ശറയില്ലേ? ഖബറും, മരണമുണ്ട്, ഖബറുണ്ട്, മഹ്ശറയുണ്ട്. ഈ 3 കടമ്പ താണ്ടാതെ ഇവിടുന്ന് ആർക്കെങ്കിലും പുറത്തിറക്കാൻ പറ്റുമോ? നിങ്ങൾ പറയും ഇല്ല. എങ്കിൽ ഇതെങ്ങനെയാണ് ഡിസോർഡറായി ജീവിക്കുക, എങ്ങനെയാണെന്ന് അല്പം ആനന്ദിക്കുക എന്നാണ് ചോദിച്ചത്.
നമ്മളൊക്കെ ആർമാദിക്കുകയാണ്, ആനന്ദിക്കുമല്ല, ആർമാദിച്ച് പുളകം കൊള്ളുകയാണ് ഇല്ലേ നമ്മുടെ സമുദായം, നമ്മൾ അടങ്ങുന്നവർ. എന്നാൽ മഹാന്മാരായ സ്വഹേമത്ത് ദുനിയാവിന് വേണ്ടിയല്ല കരഞ്ഞത്, ആഖിറത്തിന് വേണ്ടി കരഞ്ഞവരാണ്. ആ ഖബർ കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞു എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ കുറിച്ച് മഹാന്മാരായ സ്വഹാബത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ദിന്നൂറൈൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നു, ഹദീസിൽ കാണാം, കാന ഉസ്മാനു ഇദാ വഖഫ അലാ ഖബ്രി ബഖാ ഹത്താ തബ്ലഉ ലിഹിയതി. ഖബറിന്റെ അരികിലൂടെ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുക്കിൾ കുറ്റി വരെ നീണ്ടു നിൽക്കുന്ന സമൃദ്ധമായ താടി, ആ താടിയിലൂടെ കണ്ണുനീരുകൾ ഇങ്ങനെ താഴെ കുറ്റുമായിരുന്നു. അദ്ദേഹത്തോട് സ്വഹാബത്ത് ചോദിച്ചു, എന്താ ചോദിച്ചത്? ഫഖീല ലഹു തദ്കുറുൽ ജന്നത വന്നാറ വലാ തബ്ഖി. സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും കേൾക്കുമ്പോൾ ഇല്ലാത്ത കരച്ചിൽ എന്താണ് ഉസ്മാനെ ഖബർ കാണുമ്പോൾ താങ്കൾ കരയാൻ കാരണം? ഫഖാല, അവിടുന്ന് പറഞ്ഞു, ഇന്നൽ ഖബർ, തീർച്ചയായും ഖബർ എന്ന് പറഞ്ഞാൽ അവ്വലു മൻസിലിൽ ആഖിറത്തി, ഇഹലോകത്തിൽ നിന്ന് പരലോകത്തേക്കുള്ള യാത്രയിലെ ഒന്നാമത്തെ വീടാണ്. അതുകൊണ്ട് ഫമൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ മിൻഹു. ആ ഖബറിലെ ചോദ്യോത്തരം റാഹത്താണെങ്കിൽ, വെള്ളിയാഴ്ച മരിച്ചിട്ട് ആ ഖബറിൽ ഹിസാബില്ലാതെ കഴിഞ്ഞു പോവുകയാണെങ്കിൽ, അവിടെ സ്വർഗവും കണ്ട് ഇരിപ്പിടം കണ്ട് കിടക്കുകയാണെങ്കിൽ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പ് നാളും മഹ്ശറയും ഖന്തറയും സിറാത്തും മീസാനും ഹിസാബും ഒന്നും ഓർക്ക് പേടിക്കണ്ട, അവിടെ ഞങ്ങളുടെ റാഹത്താണ്. ഒന്നാമത്തെ താവളം ക്ലിയറാണ്, ഒന്നാമത്തെ ഭവനത്തിൽ സമാധാനം കിട്ടണം. എന്നാൽ വലം യൻജൂ മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻ, ആ ഖബറെങ്ങാനും അവനെ കുടിസാക്കി, അവിടെ എങ്ങാനും അവൻ ശിക്ഷ അനുഭവിച്ച് നരകം കണ്ടുകൊണ്ടാണ് അവൻ കിടക്കുന്നതെങ്കിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളാകുന്ന മഹ്ശറ അവന് ഭയാനകരമാണ്, ഭയഭരമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീടുള്ള ഹിസാബും സിറാത്തും മഹ്ശറയും എല്ലാം അവൻ്റെ ബുദ്ധിമുട്ടാണ്. കാരണം സാക്ഷാൽ നരകത്തിലേക്കാണ് അവൻ പോകുന്നത് എന്ന് ആ ഖബറിൽ വെച്ചുകൊണ്ട് തന്നെ അവനെ കാണിച്ചു കൊടുക്കും മലക്കുകളെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇദാ മാതൽ അബ്ദു, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ അബ്ദ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന് അവൻ്റെ കിടപ്പ് സ്ഥാനം രാവിലെയും വൈകുന്നേരവും കാണിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അങ്ങനെ അവൻ സ്വർഗത്തിൻ്റെ അഖിലകാരനാണെങ്കിൽ അവന് സ്വർഗമാണ് കാണിച്ചു കൊടുക്കുക, നരകത്തിൻ്റെ അഖിലകാരനാണെങ്കിൽ നരകമാണ് അവന് കാണിച്ചു കൊടുക്കുക. ഫയുഖാലു, എന്നിട്ട് മലക്കളവനോട് പറയും, ഹാദാ മഖഅദുക, ഇത് നിനക്ക് വേണ്ടി നീ റിസർവേഷൻ ചെയ്ത സ്ഥലമാണ്. രണ്ടു നേരം ഖബറും, ഖബറിൽ വെച്ച് സ്വർഗം കാണും, നരകവും കാണും. അല്ലാഹു തആല നമുക്ക് ആ സ്വർഗം കാണാൻ, നമുക്ക് വേണ്ടി നാം റിസർവേഷൻ ചെയ്ത, നമുക്ക് അല്ലാഹു തആല ഒഴിഞ്ഞു വെച്ച ആ റിസർവേഷനാകുന്ന സ്വർഗം കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഈ ഖബറിലേക്കുള്ള യാത്ര നമുക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കല്യാണ ജീവിതത്തിൽ പുതിയാപ്പിളറങ്ങുന്ന ഒരു യാത്രയും, ആ പുതുപെണ്ണുമായി പുതിയാപ്പിളയുമായി മണിയറയിൽ സംഗമിച്ച ഒരു പകലും ഒരു രാത്രിയും നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മരണമാകുന്ന ദിവസത്തിൽ നമ്മൾ പുതിയാപ്പിളയെപ്പോലെ മയ്യത്ത് കട്ടിലിൽ പുതുവസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി അങ്ങനെ നമ്മൾ പോകും. എവിടേക്ക്? 6 അടി മണ്ണുള്ള ഖബറിലേക്ക്. പുഴുക്കളുടെ താവളമാണ്, വണ്ടുകളുടെ താവളമാണ്, ചിതലുകളുടെ താവളമാണ്. നമ്മുടെ ഈ സൗന്ദര്യമേറിയ മേനി, ഈ ശരീര സൗന്ദര്യങ്ങൾ മുഴുവനും തിന്ന് ദ്രവിപ്പിക്കുന്ന ലോകത്തേക്കാണ് നമ്മുടെ യാത്ര, അല്ലേ? ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമേ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നത്. കാടില്ല റേഷൻ പോണ്ട വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്.
അഴുകുന്നതാണ് 3 ദിവസം കൊണ്ട്. സുഹൃത്തുക്കളെ, നമുക്കുള്ള നേത്രം 2. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2. നോക്കുന്ന നേരം മണ്ടുമേ ഭയം കൊണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മെ മറവ് ചെയ്ത് തിരിച്ചു പോരും. അവർ തസ്ബീഹ് ചൊല്ലും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർക്കും. വെള്ളിയാഴ്ച വരുമ്പോൾ പുരുഷന്മാർ ആ ഖബറിനെ സന്ദർശിക്കും. പക്ഷേ ഇഹലോക ജീവിതവുമായി അവിടെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളുമായി നമ്മൾ വേർപെട്ടു പോയി. പിന്നീട് നമ്മളെ അവർ മറന്നു കളയും, ഒരു സംശയവുമില്ല. ഞാൻ ആ മുഖത്തിൽ പാടിയ കവിതയിലൂടെ കവി പറയുന്ന കാര്യം അതാണ്. മാലി വഖഫ്തു അലൽ ഖുബൂരി മുസല്ലിമ ഖബറൽ ഹബീബി ഫലം യറുദ്ദ ജവാബി യാ ഖബറു മാലകി ലാ തുജീബു മുനാദിയാ അംലൽത ബാദി സുബഅതൽ അഹ്ബാബി ഖുലിൽ ഹബീബി വകൈഫ ലി ജവാബികും അന റഹീലു ലി ജന്ദലിൻ വതുറാബി അകലത് തുറാബി. ദീർഘമേറിയ ഒരു കവിതയാണ്. ആ കവിതയുടെ അർത്ഥം പറഞ്ഞ സമയം തള്ളുന്നില്ല, ആശയം ഞാൻ ഈ പറഞ്ഞതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഖബറിൻ്റെ അരികിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മളെപ്പോലെ ആരോഗ്യമുള്ള, സമ്പത്തുള്ള, അധികാരമുള്ള എല്ലാ കുടുംബവുമുള്ളവർ ഇന്ന് ആ ഖബറിലാണ്. നമ്മളും ആ ഖബറിൽ പോയി കിടക്കണം. ആ ഖബർ നമുക്ക് രക്ഷയാകണോ ശിക്ഷയാകണോ അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസ്ബീഹ് ചൊല്ലി പിരിഞ്ഞു പോയാൽ പിന്നീട് മലക്കാനി 2 മലക്കൾ അവിടെ വരും. അവരെ പിടിച്ചിരുത്തും, അല്ലേ? എന്നിട്ട് അവർ ചോദ്യം ചോദിക്കും. നമുക്കൊക്കെ അറിയാവുന്ന ഹദീസാണ്, നാം അത് വിശ്വസിക്കുന്നവരുമാണ്. എന്നാൽ മുൻകറും നഖീറും എന്ന 2 മലക്കളുടെ ചോദ്യം, ആ ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് കൃത്യമായി ഉത്തരം പറയണം. മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? മൻ നബിയുക, നിന്റെ നബി ആരാണ്? മൻ ഇമാമുക, നിന്റെ ഇമാം ആരാണ്? മൻ ഖിബ്ലതുക, നിന്റെ ഖിബ്ല ഏതാണ്? മൻ ഇഖ്വാനുക, നിന്റെ ഇഖ്വാനുകൾ ആരാണ്? ഇതിപ്പോൾ 4 ചോദ്യം ഇവിടെ തന്നെ നമുക്കൊന്ന് കാണാപ്പാടം പഠിച്ചാൽ ഏത് ഉറക്കത്തിൽ നിന്ന് നീപ്പിച്ചാലും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമുള്ളൂ, ഇതാപ്പോ ഇത് ഇവിടുന്ന് പഠിച്ചതുകൊണ്ട് അവിടെ ഉത്തരം പറയാൻ കഴിയില്ല. അത് പരീക്ഷ പേപ്പർ ദുനിയാവെന്ന് കിട്ടുമ്പോൾ മെമ്മറി പവറുകൾക്ക് അത് കിട്ടും. ഈ മെമ്മറി പവർ ഇല്ലെങ്കിലും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ കോപ്പിയായി മൊബൈലിലോ വാച്ചിലോ അല്ല മാഷ് കാണാത്ത സ്ഥലത്തോ കൂത്തി വെച്ചാൽ അപ്പോഴും അവർക്ക് ഉത്തരം പറയാൻ പറ്റും, എഴുതാൻ പറ്റും, അല്ലേ? ഇതിനൊന്നും പറ്റാത്തൊരു സംഗതിയാണ് നമ്മുടെ നാട്ടിലെ മൊല്ലാക്കാർ ഖബറിൻ്റെ അടുത്തിരുന്നിട്ട് തൽക്കീം ചൊല്ലി കൊടുക്കുക. അത് അതിനേക്കാളും വലിയ പോയത്താണ്. ജീവിതത്തിൽ മസ്മുക്കാന്ന് ചോദിച്ചാൽ ഇസ്മി അബ്ദുറഹ്മാൻ എന്ന് അറബി പറയാൻ പറ്റാത്ത അത്തരംകുട്ടിയാകാം. മസ്മുക്കി എന്ന് ചോദിച്ചാൽ ഇസ്മി ഫാത്തിമ കുട്ടി എന്ന് പറയാൻ പറ്റാത്ത പാത്തുന്താത്ത. പിന്നെ ഓല് ഖബർക്കണ്ട് എത്തിയാൽ പിന്നെ അറബി പണ്ഡിതന്മാരാകാം. മൊല്ലാക്ക ഖബറിൻ്റെ അടുത്തിരുന്ന് കാണും. ഇദാ ജാഅക്കൽ മലക്കാനിൽ മുഅക്കലാനിൽ വലീമാനിൽ അസ്റക്കാനി സായിദാനി മുൻകറും വനകീർ ഇദാ സഅല മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക വമൻ ഇമാമുക വമൻ ഇഖ്വാനുക ഫഖുൽ അല്ലാഹു റബ്ബി വമുഹമ്മദുൻ നബി വഖിബ്ലതുക അബാ വമുഅ്മിനൂന ഇഖ്വാനി വഇമാമു ഖുർആനി. മുല്ലാക്കാൻ്റെ തൽക്കീലാണ്. ഇപ്പോൾ വെറും പൂച്ചക്കണ്ണുള്ള മുടിയൊക്കെ താഴത്തേക്ക് മുട്ടിയ നല്ല കറുത്ത പരുഷന്മാരായ 2 മലക്കുകൾ കണ്ടു പേടിച്ചണ്ട. ഓരെന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ചോദ്യത്തിന് മറുപടി പറഞ്ഞോ എന്നാലോചിച്ച് നോക്കി നിങ്ങൾ. ക്വസ്റ്റ്യൻ ചോർന്നു കഴിഞ്ഞാൽ ആ പരീക്ഷ പേപ്പർ പുറത്തേക്ക് ഇറങ്ങി എന്ന് തിരുവനന്തപുരത്ത് ചോർന്നു എന്ന് കേട്ടാൽ ആ എക്സാം തന്നെ മാറ്റി വെക്കും. അപ്പോൾ പടച്ച റബ്ബിന് ഇപ്പോൾ അത്രയും വിവരമില്ല, കഴിവില്ല എന്നല്ല ഇപ്പോൾ വരുന്നത്. ചോദ്യം ചെയ്യാനും മലക്കുകളോ അതിനേക്കാളും വലിയ അന്തല്ലാത്തവരും നല്ല ഈ തൽക്കീം കൊണ്ട് വരുന്നത്. കാരണം എന്താ, മലക്കുകൾ അള്ളാഹു തആല പറഞ്ഞു വെക്കുക, ചോദ്യമായിട്ട് മല്ലാക്ക കൊണ്ട് കോപ്പി അടിച്ച് വെക്കുക, ഇത് ഉത്തരം പറയുകയും ചെയ്യുക. പിന്നെ ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് എന്തർത്ഥമുള്ളത്? അങ്ങനത്തെ ഒരു സംഭവം തന്നെ അല്ല കൂട്ടരെ. അത് വൈഫാണ്, അനാചാരമാണ്. അതിൻ്റെ പിന്നിൽ ആരൊക്കെ എന്തൊക്കെ അസറുകൾ കാണിച്ചാലും പ്രമാണം കൊണ്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ മുൻകറും നക്കീറും ചോദ്യം ചെയ്യുമെന്നത് ഹദീസിൽ വന്ന കാര്യമാണ്.
ഈ ചോദ്യത്തിന് മുമ്പിൽ കൃത്യമായ മറുപടി പറയണമെങ്കിൽ ദുനിയാവിൽ അതനുസരിച്ച് ജീവിക്കണം. അത് കാണാപാഠം പഠിച്ചുകൊണ്ട് കാര്യമില്ല. പാരമ്പര്യ മുജാഹിദാണ്, പാരമ്പര്യ സുന്നിയാണ്, പാരമ്പര്യമായിട്ട് മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവിടെ ഉത്തരം പറയാൻ കഴിയണോ? കൃത്യമായി നമ്മുടെ കയ്യിൽ ഇൽമു വേണം, അമല് വേണം. അള്ളാഹു നാഫിയ ഇൽമിനെയും അത് അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറ ഫിത്നത്തുൽ ഖബർ. ഖബറിന്റെ ഫിത്നയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ക്ലാസ് എടുത്തു കൊടുത്തു. ഫലമ്മാ ദക്കറ ദാലിക, ഈ ക്ലാസ് അങ്ങ് സ്വഹാബത്ത് കേട്ടപ്പോൾ വജ്ജൽ മുസ്ലിമീന വജ്ജാ, തേങ്ങിക്കരയുന്ന ശബ്ദം സദസ്സിൽ കേൾക്കാൻ തുടങ്ങി. കാരണം അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ട് എന്ന് മാത്രമല്ല, ആ ഈമാൻ രൂഢമൂലമാണ്. നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ട്? ഈമാൻ ഉണ്ട്, പക്ഷെ അതിന് രൂഢമൂലമില്ല എന്ന് മാത്രമല്ല, അതിന് പവറുമില്ല. അതുകൊണ്ട് തന്നെ പറയുന്ന എനിക്കാരും കേൾക്കണ നിങ്ങൾക്കായാലും ആ ഹൃദയത്തിലൊരു ഓളം, ഒരു ബേജാറുള്ള സംഗതി കുറച്ചേരം ഉണ്ടാവും. അതിന് രണ്ട് കാരണമാണ്. ഒന്ന്, ഈ കാലഘട്ടത്തിലെ നമ്മുടെ ജീവിത സൗകര്യങ്ങൾ. രണ്ടാമത്തെ കാലം, ലോകമടുക്കും തോറും ഖുശൂവും ഇൽമും കരാറുകളും ആർദ്രതയും സ്നേഹവും അലിവും അനുകമ്പയും ഒക്കെ ആകാശലോകത്ത് ഉയർത്തപ്പെടും. അപ്പോൾ ഉയർത്തുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മനസ്സും തലച്ചോറൊക്കെ റഫാവും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് സഹാബത്ത് തേങ്ങിയതുപോലെ തേങ്ങാനൊന്നും നമുക്കിപ്പോൾ കണ്ണീരില്ലെങ്കിലും മുഅ്മിനീങ്ങളെ ഈ ക്ലാസ് എന്ന ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ട് 6 നോമ്പ് കഴിയുന്നവരെങ്കിലും ഒന്ന് റാഹത്തായിട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശവ്വാലിൻ്റെ അമ്പലിക്കല കാണോട് കൂടി തന്നെ പിടുത്തം വിടാൻ പോവുകയാണ്. പരോളിലിറങ്ങിയ കുറ്റവാളികളെ പോലെയാണ്. പരോളിലിറങ്ങിയ കുറ്റവാളിക്ക് പകയാണ്. ശൈത്താൻ എന്തായാലും പക ഉണ്ടാവും. കാരണം ഓനെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുക റമദാൻ മാസം ഹദീസിലുണ്ട്. ഓനെ ഒരു മാസം മനുഷ്യരെ പേപ്പിക്കാൻ പറ്റാത്ത വിധം ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ടാണല്ലോ RSP കാരൊക്കെ പള്ളിയിൽ കയറി ഇറങ്ങുന്നത് അല്ലേ. ഇവിടെ ഉണ്ടായിരുന്നു RSP കാർ വന്നിരുന്നു. ഇവിടെ RSP കാർ വന്നിരുന്നോ? വന്നിട്ടില്ലേ? റമദാൻ സ്പെഷ്യൽ പാർട്ടി റമദാന് മാത്രം സജീവമായിട്ടുണ്ടാവും. സ്ഥിരമായിട്ട് മുന്നിൽ സ്വപ്നിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു മാസം ആ സ്വപ്നം നോക്കണ്ട. ബനേക്കാരവിടെ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ ഓനെ വഹിക്കുന്ന കാണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഈ മഹലിൽ ഇല്ലാതിരിക്കട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മാത്രമല്ല പ്രിയമുള്ളവരെ, റമദാനാണ് കഴിഞ്ഞാൽ പിന്നെ ഓഫാക്കിയതൊക്കെ നമ്മൾ ഓണാക്കാൻ തുടങ്ങി. നമ്മുടെ ദിനചര്യകളൊക്കെ തെറ്റി. എവിടെ പോയി നമ്മുടെ ഈമാൻ? ഇത് ജലസംഭരണിയാണ്, ഇൻവെർട്ടറാണ് റമദാൻ. കറണ്ട് പോയാൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്താ? വെള്ളമില്ലെങ്കിൽ പഞ്ചായത്ത് വകുപ്പിൽ ടാങ്കിൽ നിന്ന് അടിച്ചു കൊടുക്കുന്ന സാധനം എന്താ? അതാ പുഴയിൽ നിന്ന് അടിക്കുന്ന വെള്ളമാണ്. റമദാനാകുന്ന ഈ ഒരു മാസം നമ്മൾ ശേഖരിച്ചിട്ട് അതൊരു ശവ്വാൽ 6 നോമ്പ് വരെയെങ്കിലും നിൽക്കുക, ശവ്വാൽ മാസം കഴിഞ്ഞവരെങ്കിലും നിൽക്കുക. അതിനെങ്കിലും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കാരണം അത്ര ദുർബലരാണ് നമ്മൾ. അള്ളാഹു നമ്മുടെ ഈമാനെ താക്കത്ത് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക്കും തുഫ്തനൂന ഫിൽ ഖുബൂർ, തീർച്ചയായും ഖബറിൽ നിങ്ങൾ വേദന അനുഭവിക്കും, ശിക്ഷ അനുഭവിക്കും. മിസ്ല ഔ ഖരീബൻ മിൻ ഫിത്നത്തിൽ മസീഹു ദജ്ജാൽ, മസീഹു ദജ്ജാലിന്റെ ഫിത്ന എത്രത്തോളമാണോ അതുപോലെ ഖബറിനെ അനുഭവിക്കും. മസീഹു ദജ്ജാൽ സത്യമാണ്. ചില ആൾക്കാർ പറയും മസീഹു ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അതൊരു സൃഷ്ടിയൊന്നുമല്ല, അത് തിന്മക്ക് മൊത്തത്തിൽ പറയുന്ന സംഗതിയാണ്. ശൈത്താനിന് അങ്ങനത്തെ സൃഷ്ടിയല്ല എന്ന് പറയുന്നുണ്ട്. ഇബ്ലീസിന് അനുയായികൾ എന്ന് പറഞ്ഞ ശൈത്താന്മാരും ഈ ഭൂമിയിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു വർഗം തന്നെ ഇവിടെയല്ല. അത് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയാണ്, വൈറസാണ്, ഫംഗസാണ്, മൂക്കിലപ്പൊടിയാണ്, തിന്മകളുടെ പ്രതീകമാണ് ദജ്ജാൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ദീർഘവീക്ഷണമുള്ള ഒരു വലിയ ആലിമായിരുന്നു അദ്ദേഹം. എനിക്ക് ശേഷമെങ്ങാനും ഒരു റസൂൽ വരാനുണ്ടെങ്കിൽ അത് ഉമർ ബിൻ ഖത്താബ് ആയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സാസം പറഞ്ഞിട്ടുണ്ട്. ആ ഉമർ ഖത്താബ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ കേൾക്കണം. എന്താ അറിയും? ദുനിയാവിൽ ദീനിനെ കുറിച്ച് ഭൗതികമായി ബുദ്ധി കൊണ്ട് മാത്രം അഭിപ്രായം പറയുന്ന ആൾക്കാരെ നിങ്ങൾ സൂക്ഷിച്ചോളി. അവർ ഹദീസുകളുടെ ശത്രുക്കളാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹിയുടെ ഹദീസിന്റെ ശത്രുക്കളാണ്. അവർക്ക് ഹദീസുകൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്നാൽ ഉസൂലുൽ ഹദീസ് തലച്ചോർക്കാണ് കയറുന്നില്ല. ഓൻ്റെ തലച്ചോറിൽ അതിൻ്റെ ഡിസ്ക് പാകപ്പെട്ടിട്ടില്ല. ഒരു ഹദീസാണ് കേട്ടാൽ അത് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന മൻഹജ് സലഫിലൂടെ സ്ഥിരപ്പെട്ടു എന്നാണ് കേട്ടാൽ
എന്നാലും നമ്മൾ പണ്ട് പറഞ്ഞാലില്ലല്ലോ. എൻ്റെ ഉസ്താദ് ഞങ്ങൾ പഠിപ്പിച്ച് എങ്ങനെയാണല്ലോ, ആ ഹദീസ് ഇപ്പോൾ നമുക്ക് സമൂഹത്തിൽ പറയാൻ പറ്റുന്ന കാര്യമാണോ? ഇങ്ങനെയൊക്കെ ഹൃദയത്തിൽ ഒരുതരം വിമ്മിഷ്ടം, ഒരു അസ്വസ്ഥത എങ്കിൽ അല്ല പറയുന്നത് പക്കത്ത് വലാലം മുബീന, അങ്ങനത്തെ ആ വിമ്മിഷ്ടമുള്ളവർ ബഹുദൂരം പിഴച്ചു പോകുന്ന. അതുകൊണ്ട് തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിൽക്കാലത്ത് ചില ആൾക്കാർ വരും മീസാൻ നിഷേധിക്കും, ഖബറിലെ ഹിസാബ് സ്വപ്നമാണെന്ന് പറയും, ശാരീരികമല്ല എന്ന് പറയും, മസീഹ് ദജ്ജാൽ നിഷേധിക്കും. അങ്ങനെ 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 പല സംഗതികളും അവർ നിഷേധിക്കുന്നു. അള്ളാഹു അത്തരത്തിലുള്ള നിഷേധാത്മകമായ ചിന്തയിൽ നിന്നും ഗവേഷണത്തിലൂടെ അതിരുവിട്ടു പോകുന്ന ചിന്തയിൽ നിന്നും അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഉമ്മത്തുൽ വസത്ത് ലിതകൂനു ശുഹദാ അലന്നാസ്, മധ്യമ നിലപാടാണ് അള്ളാഹുവിൻ്റെ റസൂലിലൂടെ ഉണ്ടാക്കിയ സ്വഹാബത്തിൻ്റെ നിലപാട്. അവിടെ നിൽക്കുക, നിഷേധിക്കാനും പോണ്ട, ഗവേഷണം നടത്തി പൊരുത്തപ്പെടാനും പോണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസീഹ് ദജ്ജാലിന്റെ ഫിത്ന എത്ര യാഥാർത്ഥ്യമാണോ അതുപോലെ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നു, യാ അയ്യുഹന്നാസ്, ഏ സ്വഹാബത്തെ, ലൗ തഅലമൂന മാ തഅലം, ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങളെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ. മറ്റൊരു റിപ്പോർട്ടിൽ ലൗ റഅയ്തും മാ റഅയ്തും, ഞാൻ കണ്ടതുപോലെ നിങ്ങളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ. എന്താ പറഞ്ഞത്? ബഖൈതും കസീറാ വളഹിഖ്തും ഖലീലാ, കുറച്ചേ നിങ്ങൾ ചിരിക്കുള്ളൂ, ധാരാളം നിങ്ങൾ കരയുമായിരുന്നു. അതുകൊണ്ട് ഫസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിൽ നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ തേടണം. ഫഇന്ന അദാബൽ ഖബരി ഹഖ്ഖുൻ, ഖബറിലെ അദാബ് സത്യമാണ്. ഇത് കേട്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹാ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി, ഭാര്യ, നമ്മുടെ ഉമ്മ പറയുന്ന അത് കാണാൻ കഴിയും. അക്സറു അദാബിൽ ഖബരി മിനൽ ബൗൽ, ഖബറിൽ അധികം ആളുകളും ശിക്ഷ അനുഭവിക്കുന്നത് ബൗല് കൊണ്ടാണ്, മൂത്രമൊഴിച്ചിട്ട് കൃത്യമായി ശുദ്ധീകരിക്കാത്ത അവസ്ഥ. ഇന്ന് പാശ്ചാത്യ സംസ്കാരം നമ്മുടെ വീടുകൾക്കുള്ളിൽ തന്നെ കടന്നു വന്നിട്ടുണ്ട്, അല്ലേ? പണ്ടത്തെ വീട് എന്നൊക്കെ പറഞ്ഞാൽ വിശാലമായ പൂമുകൾ, വലിയ പൂമുകൾ, അതിലെല്ലാവരും ഇരിക്കും, സംസാരിക്കും, തമ്മിൽ കാണും. ബെഡ്റൂം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതേയില്ല, പാപ്പാക്കും മാക്കും കിടക്കാനുള്ളൊരു സൗകര്യം. കക്കൂസ് പുറത്തേക്കാരം, ഉള്ളിലുണ്ടെങ്കിൽ അപൂർവം ഉണ്ടാവുള്ളൂ, അതും വേറെ സെപ്പറേറ്റ് ആണ്. കാലഘട്ടം ഇന്ന് മാറി. ഇന്ന് മാറിയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ വലിയ വീടുണ്ടാക്കി, പക്ഷെ സെൻട്രൽ ജയിലിന് പോലെയാണ്, മുൻഭാഗം വളരെ ചെറുതാണ്, ഗ്രിൽസൊക്കെ വെച്ച് അടച്ച്. ബെഡ്റൂം ആണെങ്കിൽ അലാക്കിൻ്റെ ബെഡ്റൂം, അവിടെ ഇരിക്കലും കളിക്കലും തിന്നലും കക്കൂസ് പോലൊക്കെ അവിടെ തന്നെ, അല്ലേ? അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനസ്സുകൾ അകന്നുപോയി. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണെന്ന്, പാശ്ചാത്യൻ്റെ സംസ്കാരം അത് സ്വീകരിക്കുന്ന ആൾക്കാർക്ക് ഖബറിൽ അദാബുണ്ട് എന്ന്. എന്താ പാശ്ചാത്യൻ്റെ സംസ്കാരം? അത് മൂത്രമൊഴിച്ച് കൃത്യമായി ശുദ്ധീകരിക്കാത്ത അവസ്ഥ. ഇന്ന് മൂത്രമൊഴിച്ച് ശുദ്ധീകരിക്കാൻ പറ്റുന്ന മൂത്രപ്പുരകളാണോ അധികമുള്ളത്? വളരെ കുറവാണ്. അണിയുന്ന പല വസ്ത്രവും പാൻറ്റൊക്കെ എന്താ സ്ഥിതി? ഇരുന്നാൽ നടടക്കാണ് പൊളി. കാരണം പുട്ടുകുറ്റിക്ക് കോട്ടൻ തുണി ചുറ്റിയ മാതിരിയാണ് പല ആൾക്കാരെ പാൻറ്റും. ഞാൻ കളിയൊക്കെയല്ല എന്ന് പറഞ്ഞാൽ ഓൻ്റെ തൊട ചന്തി അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ടൈറ്റ് ഫിറ്റ് വസ്ത്രം സ്ത്രീകളെ ധരിച്ചാൽ നമ്മളെ ഫിന്നാറ്, ഹദീസിൽ ഒരു മൗലവിക്ക് ഫിന്നാർ, നരകത്തിലാണ്. ആര്? നിസാവുൻ കാസിയാത്തുൻ ആരിയാത്തുൻ മാഹിലാത്തുൻ മുമീലാത്തുൻ, ചാഞ്ചാടി നടക്കുന്ന പെണ്ണ്, ശരീരത്തിൻ്റെ വെടിവുകൾ കാണുന്ന പർദ്ദി ചുരിദാറൊക്കെ കെട്ട പെണ്ണ്, മുടി ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ പോവാക്കി കെട്ടുന്ന പെണ്ണ്, ഇവരൊക്കെ സ്വർഗത്തിൻ്റെ വാസന കിട്ടൂല എന്ന് ഹദീസ് പറയും. എന്നാൽ സ്വർഗത്തിൻ്റെ വാസന കിട്ടാത്ത ആ ഹദീസ് സ്ത്രീകൾക്ക് പറയുമ്പോൾ പുരുഷന്മാർക്ക് ഇസ്ലാം നിശ്ചയിച്ച തഖ്വയുടെ വസ്ത്രം എന്താ? പാൻറ് തഖ്വയുടെ വസ്ത്രമല്ലേ ആണ്, കുപ്പായം തഖ്വയുടെ വസ്ത്രമല്ലേ ആണ്. ഈ പൈജാമ മാത്രമേ ആവുള്ളൂ, തോപ്പ് മാത്രമേ ആവുള്ളൂ? അല്ല, ഇത് വസ്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വസ്ത്രതാണ്. അതിൻ്റെ സ്ഥാനങ്ങൾക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ 4000 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഇസ്ലാമിൻ്റെ വേഷമായ പൈജാമ ധരിച്ചത് ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. നിങ്ങൾ
വകഫിനു അലാ മൗതാക്കും, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണം, അതിൽ തന്നെ മറവ് ചെയ്യണം. അപ്പം 2 സുന്നത്താ. അതിൻ്റെ അർത്ഥം നിർബന്ധമാണോ? അല്ല. അതുകൊണ്ട് കളർ ഷർട്ട് ധരിച്ചോലൊന്നും സെൽഫിയാളല്ല, ഓലൊന്നും ശ്രേഷ്ഠമായ വസ്ത്രം ധരിച്ചോ നമ്മൾ പറയാൻ ആളല്ല. പക്ഷെ ഇതിനെ കളിയാക്കാൻ പാടില്ല. അപ്പോൾ ഓൻ്റെ പാൻറ്, ഓൻ്റെ തോപ്പ് ഉണ്ടല്ലേ, ഓൻ്റെ ജുബ്ബ ഉണ്ടല്ലേ, ഓൻ്റെ താടി ഉണ്ടല്ലേ, എവിടുക്കാൻ പോകും കയറ്റിങ്ങനെ പെടുക്ക്. അതൊക്കെ തലച്ചോറിനുള്ളിൽ ഒരു തരം പുച്ഛ മനോഭാവമുള്ള പാടില്ല. ഇവിടെ ഉള്ളത് അങ്ങനെ തോന്നുന്ന അർത്ഥത്തിലല്ല കേട്ടോ, ഞാൻ തസ്കിയത്ത് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ ഒരു സഹാബിയുടെ വസ്ത്രം കണ്ടു, നെരിയാണ്ട താഴത്താ. റസൂലുള്ളാഹി പൊന്തിക്ക്. ആ സഹാബി ഒന്ന് കയറ്റി. അങ്ങനെ നെരിയാണ്ടുമ്പോൾ അങ്ങനെ മുട്ടിയില്ല. സുമ്മസ് പൊന്തിക്ക്, ഒന്നുകൂടി പൊന്തിക്കുക, ഒന്നുകൂടി പൊന്തിച്ച്. റസൂലുള്ളാഹി സുമ്മസ് ഒന്നുകൂടി പൊന്തിക്കുക. അപ്പോൾ കണ്ടുന്നൊരു സഹാബി വെച്ച് എവിടുക്കപ്പി പൊന്തില്, എത്തതിന് അളവൊന്നുമില്ല ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി ഇല അൻസാഫി സാഖൈൻ, അൽ മുഅ്മിനു, മുഅ്മിനിന്റെ വസ്ത്രത്തിന്റെ അളവ് അൻസാഫി സാഖൈൻ, കണങ്കാലിന്റെ മധ്യത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടാവും. അത്ര ഒന്നും നമുക്ക് വേണ്ട. എക്സ്റ്റൻഷൻ എടുത്തോളി, നിര്യാണ്ട തൊട്ട് മുകളിൽ അവസാനിക്കണത് പറ്റുമോ? അതിൻ്റെ താഴത്തേക്ക് ഇറങ്ങിയാൽ ഫിന്നാർ, നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പം ചില ആൾക്കാർക്ക് ആ ഹദീസ് ചോദ്യം ചെയ്യാം. നരകം സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ 1 ഇഞ്ച് 2 ഇഞ്ചും വരാം. 1 ഇഞ്ച് കയറിയ സ്വർഗം, 1 ഇഞ്ച് ഇറങ്ങിയ സ്വർഗം, നരകം ഓടാണ്. ഓനക്ക് വേണ്ട തലച്ചോറിൽ പാകപ്പെട്ടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു, അല്ലാഹു മഹ്ശറിൽ നോക്കൂല ആരെ? അൽ മുസ്ബിൽ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചവനെ. ഹദീസ് സ്വഹീഹാ. കിബറിന്റെ അടയാളാണത്. അദ്ദേഹത്തിന് കിബറുള്ളവർക്ക് സ്വർഗത്ത് പോകാൻ പറ്റുമോ? ഫിറൗന് പറ്റുമോ? ഖാറൂന് പറ്റുമോ? ഹാമാന് പറ്റുമോ? നമ്രൂദിന് പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെ വസ്ത്രം താഴ്ത്തി കയറ്റുമോ? അവനക്ക് പറ്റൂല. അപ്പോൾ ഈ വസ്ത്രം തന്നെ ഇസ്ലാമാണെങ്കിൽ ആ വസ്ത്രം ഇസ്ലാമിക പാലിക്കുന്നവർക്ക് തന്നെ ഇന്ന് പലപ്പോഴും ആധുനിക വേഷവിധാനത്തിൻ്റെ കോലെന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയങ്ങൾ? പൊക്കിളിൻ്റെ മേലക്കുള്ള കുപ്പായം, പൊക്കിളിൻ്റെ അടിയിലുള്ള പാൻറ്. ഇത് മറിയില്ല. ഇത് സുജൂദുക്കോ റുക്കൂക്കോ പോയാൽ ബാക്കിൽ നിൽക്കണോ ബേജാറാണ്. കാരണം എപ്പോഴാണ് പൊട്ടിക്കാണ്ട് ഈ പാർട്സ് ഒന്നും പുറത്തേക്ക് വരാൻ തോന്നും. തമാശല്ല. ആ കോലത്തിൽ ഇനി ചന്തി ഔറത്താണെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ സംവാദം നടത്തില്ലല്ലോ ആണോ? ചന്തി ഔറത്താണോ അല്ലേ? സാഹിത്യരങ്ങാടി പള്ളിയിൽ കമ്മിറ്റിയും ചർച്ച ആണോ? അല്ല, വേണമെങ്കിൽ നമുക്ക് നടത്താം. നിങ്ങൾക്ക് വല്ല അഭിപ്രായവ്യത്യാസമുണ്ടോ? ചന്തി ഔറത്താണോ അല്ലേ? ആണ് എങ്കിൽ അതെങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാം? അപ്പം ചന്തി മറയുന്ന കുപ്പായം ധരിക്കുക, എന്നിട്ട് ഇത് നീച്ചുകൾ നിൽക്കുമ്പോൾ അപ്പം വലിച്ചു കയറ്റുക. എന്താ ഇത് വേണ്ടത്? ബുക്കിൻ്റെ അവിടെ അളവിലെടുത്ത് ഇത് വലിച്ചു കയറ്റിയുള്ള കാര്യമുണ്ടോ? അപ്പോൾ പുരുഷന്റെ വേഷവിധാനം ആഭാസവും തോന്നിയാസവുമാകുന്ന ഈ കാലഘട്ടം യൂറോപ്യൻ സംസ്കാരമാണ്. ഈ ലിബറലിസം നമ്മളെ വീട്ടിലൊഴുക്കും നമ്മളെ സംസ്കാരത്തിൽ കയറി വന്നാൽ ഖബറിൽ അദാബുണ്ടാവും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഈ ഹദീസ് കേട്ടതിന് ശേഷം ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. ഫലമ്മാ സല്ലല്ലാ ബഅദ യൗമഇദിൻ ഇല്ലാ കാനത് ബി കുല്ലി സ്വലാത്തിൻ, നമസ്കാരത്തിന് അത്തഹിയ്യാത്തുൽ മസ്ജിദ് ദജാൽ കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ദുആർക്കുന്ന ദുആയുണ്ട്. നമ്മൾ പഠിച്ചോളി. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാഈല വഇസ്രാഫീല അഅദിനി മിൻ ഹർരിൻ നാരി വഅദാബിൽ ഖബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. എന്താണ്? ജിബ്രീലിനെയും മീകാഈലിനെയും ഇസ്രാഫീലിനെയും അല്ലാഹ് നരകത്തിൻ്റെ കരിച്ചു കളയുന്ന ശിക്ഷയിൽ നിന്നും ഖബറിൻ്റെ അദാബിൽ നിന്നും നീ എനിക്ക് രക്ഷ നൽകണേ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നമ്മൾ പറയേണ്ട എന്താ? നമ്മളാകെ പഠിച്ചിട്ടുള്ള എന്താ? ബിസ്മിക റബ്ബി വലാത്ത ചെമ്പി ഉറങ്ങുമ്പോഴും അൽഹംദുലില്ലാഹി അലാ ബഅദമാ മാത്രം വലിയ എഴുതിക്കുമ്പോഴും. ചുരുങ്ങിയതാണ്, മുഖ്തസറാണ്, അത്രയെങ്കിലും പഠിക്കണം. ഓരോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി പറയേണ്ട കാര്യം എന്താണ്? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് റബ്ബി ഗ്ഫിർലി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ദീഖി ദുനിയ വദീഖിൽ ആഖിറ. അല്ലാഹുവേ, ദുനിയാവിലെ കുടുസതയിൽ നിന്നും ആഖിറത്തിലെ കുടുസതയിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണേ. ഖബർ കുടുസതയുടെ ലോകമാണ്. ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ കുടുസതയുണ്ട്, ഖബർ ഇടുക്കിക്കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ സഹാബത്തിന്റെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ കറാമത്ത് വെളിപ്പെട്ട മഹാനായ ഒരു സഹാബിയാണ്. അത്ര പ്രഗത്ഭന. അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത കേട്ടോളി. തഹറക്കുൽ അർഷ്, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അല്ലാഹുവിൻ്റെ അർശ് കുലുങ്ങി. വഫുതിയത്ത് ലഹു അബ്വാബുസ് സമാ, 7 ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു. 70,000 മിനൽ മലായിക,
ജനാസ നിസ്കരിക്കാൻ മയ്യത്തിനെ പിന്തുടരാൻ 70,000 മലക്കൾ ഇറങ്ങി വന്നു. സുബ്ഹാനല്ലാഹ്, ഹദീസ് സ്വഹീഹാണ്. അപ്പൊ അള്ളാഹുവിന്റെ അർശ് ഇളകി, കവാടം തുറന്നു, 70,000 മലക്കൾ ജനാസക്ക് പിന്തുടർന്നു എന്ന് പറഞ്ഞാൽ എത്ര വലിയ സ്വഹാബിയാണത്. പക്ഷെ അദ്ദേഹത്തെ പോലും ഖബറിൽ വെച്ചപ്പോൾ ഖബർ അവനെ ഒന്ന് വാരിയല്ലി കോർക്കുമാർ പിടിച്ചു, സുമ്മ ഫറജ വിട്ടുകളഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രസ്താവന ഇറക്കി, മൻ നജാ ലമ്മത്തുൽ ഖബർ, ഖബറിന്റെ കിടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ലനജാ സഅദ് ബിൻ മുആദ്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു. നമ്മളെ വീട്ടിൽ നിന്ന് ഭാര്യ പ്രസവിച്ച കുഞ്ഞ് പൈതൽ, ചോര പൈതൽ അന്നണ്ട് മരിച്ചാൽ ആ കുട്ടിക്ക് വരെ ഖബറിൽ ഇടുക്കമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഖബറിൻ്റെ ഇടുക്കം അതിൽ നമ്മൾ രക്ഷപ്പെടണം. പിടിച്ചു കഴിഞ്ഞാൽ വിടണം. അത് പിടിച്ച് വിടൂല ആർക്കറിയോ. ഫമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻകാ. സൂറത്ത് ത്വാഹ 126 ആയത്ത്, എനിക്ക് ഓർമ്മയില്ല, 20-ാം അധ്യായം. ഫമൻ അഅറള അൻ ദിക്രി, അല്ലാഹുവിന്റെ ഉത്ബോധനത്തിൽ നിന്ന് ആര് തിരിഞ്ഞു കളയുന്നുവോ ഫഇന്ന ലഹു മഈശതൻ വൻകാ, അവരുടെ ഖബർ ജീവിതം മഈശത്തുൽ വൻകാക്കുന്ന. ഖബറിൽ മഈശത്ത് പറഞ്ഞാൽ എന്താ? അവിടെ നമുക്ക് റാഹത്തായിട്ട് ഇരുന്ന് തിന്നാനുള്ള അവസ്ഥ എന്ന് പറഞ്ഞ മാതിരി ഒരു ബുദ്ധിമുട്ടില്ലാതെ അവിടെ കഴിയണം. അതാണ് മഈശത്ത് വിശാലാകുക. ഖബറിൽ കുടിസതാന്ന് പറഞ്ഞാൽ എന്താ? ഖബറിൽ അദാബാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വപ്നത്തിൽ 4 കാര്യങ്ങൾ കണ്ടു. ഖബറിൻ്റെ അദാബുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇമാം ബുഖാരി 4234 നമ്പർ ഹദീസിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ അടുക്ക് 2 മലക്കുകൾ വന്നു, എന്നിട്ട് എന്നെ അവർ പിടിച്ചു കൊണ്ടുപോയി ഇലൽ അർളി മുഖദ്ദിസ്, പരിഭാവനമായ അഥവാ ബർസഖി ലോകത്തേക്ക് ശിക്ഷ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഖാല നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറയാണെന്ന്, ഞാൻ ഖബറിൽ അദാബുകൾ കണ്ടത് ഒരാള് മുസ്തജി റജുലൻ, ഒരു റജുലിങ്ങനെ മലർന്ന്, പിന്നെ ഒരു റജുലിങ്ങനെ ഇരിക്കുക, മലർന്ന് കിടക്കല്ല, ഇരിക്കുകയാണ്. അയാളെ പിന്നിൽ ഒരു മലക്ക് കല്ലൂബ് മിൻ ഹദീദ്, ഇരുമ്പിൻ്റെ ഒരു ചവണുണ്ട് അയാളെ കയ്യിൽ, ആ മലക്കിൻ്റെ കയ്യിൽ. എന്താണ് മലക്ക് ചെയ്യുന്നത്? ഉദ്ഖുൽ ഫീ സിദ്ഖിഹി, ഇയാളുടെ കടവായിലേക്ക് ഇട്ടിട്ട് ആ കവള് ഇങ്ങനെ കട്ട് ചെയ്യുക, ഇലാ ഖഫാഹു, പെരടി വരെ. ഈ ഭാഗത്ത് ഇങ്ങനെ കത്രിക എടുത്തിട്ട് മുറിച്ച് 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 ഇവിടെ വരെ കൊണ്ടുപോകാൻ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇവിടുത്തെ മുടിയൊന്നും ഇങ്ങനെ മുറുക്കി വലിച്ചു നോക്കാൻ, വേറെ ആളെ കൊണ്ട് വലിപ്പിക്കണം, നമ്മളെന്ന് നോക്കി വലിച്ചു നോക്കാൻ. അതിൻ്റെ ഒപ്പം നമ്മളെ കവള് ഇങ്ങനെ നോക്കും. അത് നല്ലൊരു വലിയ വലിച്ചാൽ രോമണ പറിച്ചാൽ ഇവിടെ കിടന്ന് പെടിനെ കാണാൻ പറ്റും. എങ്കിൽ ഇതിനുള്ളിലേക്ക് കത്രിക ഇട്ടിട്ട് കൊടിലിട്ട് മുറിക്കും. ഇതുവരെ ഈ മനുഷ്യൻ കരഞ്ഞ് നിലവിളിക്കും, ഒരു പരിഗണനയുമില്ലാതെ ഇയാൾ മുറിക്കും മലക്ക്. അത് വീണ്ടും എടുത്തിട്ട് ഇതിലേക്ക് ഇടും. ഇവിടെ മുറിക്കുമ്പോഴേക്ക് ഈ ഭാഗം അല്ലാഹു പഴയ പോലെ വീണ്ടും ഇടും. ഖിയാമത്ത് നാൾ വരെ, ഉയർത്തി നാൾ വരെ ഖബറിൽ ഇവൻ്റെ കടവായ പുലർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷ കണ്ടുകൊണ്ട് ചോദിച്ചു, മഹാദ, എന്താണ് മലക്കളെ ഇത്? അവിടുന്ന് പറഞ്ഞു, ഇയാൾ ഫഖദ്ദാബ്, കദ്ദാബല്ല ഫഖദ്ദാബ്, ചക്രവാളം മുട്ടെ കളവ് പറഞ്ഞു പരത്തിയ മനുഷ്യനാണ്. ഇന്ന് ചക്രവാളം മുട്ടെ കളവ് പറഞ്ഞ് പരത്താൻ ഒരു പണിയില്ല. പണ്ടൊക്കെ ഒരു നോണ പറഞ്ഞിട്ട് അത് കുടുംബത്തിൽ 4 ആൾ അറിയണമെങ്കിൽ കല്യാണോ മരണം കൂടെ ഉണ്ടാകണം. ഇന്നതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ പറയും. ഇന്ന് നമ്മളെ മുമ്പിൽ കിട്ടിയൊരു വലിയ നോണ, ആ നോണ ഒറ്റ ഫോർവേഡ് ലോകം മൊത്തത്തിയത്. അപ്പൊ ചക്രവാളം മുട്ടെ കളവ് പറഞ്ഞ് പരത്തിയ ആളുകൾ കടവായ പുറത്തെ ശിക്ഷയേറ്റ് വാങ്ങേണ്ടി വരും. അള്ളാഹു നമ്മുടെ ലിസാനിനും നമ്മുടെ വിരൽത്തുമ്പുകൾക്കും സത്യസന്ധത നൽകുമാറാകട്ടെ. നമ്മൾക്കത് വരയ്ക്കാൻ ഞാൻ എന്നോടാ പറയട്ടോ, എന്നോടല്ല. ഓരോ പ്രഭാതത്തിലും നാവ് ഈ മനുഷ്യൻ്റെ അവയവങ്ങളോട്, ആ മനുഷ്യൻ്റെ അവയവങ്ങൾ നാവിനോട് ഓരോ പ്രഭാതത്തിലും സംസാരിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഓരോ പ്രഭാതത്തിലും നാവിനോട് കൈകാലുകൾ പറയും, ഇസ്തഖീം, അള്ളാഹിനോർത്ത് പൊന്നാരൻ്റെ നാവ് വെച്ച് നല്ല കൊലത്ത് നിൽക്കുക, എങ്കിൽ ഇസ്തഖീമിന, ഞങ്ങൾക്കൊക്കെ നല്ല കിട്ടുക. ഇജ്ജ് വഴി തെറ്റിയാൽ ഞങ്ങളൊക്കെ വഴി തെറ്റും. ഈ സാധനം അല്ലാഹു തആല നൽകിയത് അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ, 2 തടിച്ച ചുണ്ടുകളും മാംസം അസ്ഥിയില്ലാത്ത ഒരു മാംസക്കട്ടയ നാവും തന്നെ. എന്തിനാ? അള്ളാഹുവിനെ ഓർക്കാനാണ്. സ്വഹാബത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം, അവർ പക്ഷിച്ചുണ്ടുകൾ പോലെയായിരുന്നു. 24 മണിക്കൂർ പക്ഷിച്ചുണ്ട് പോലെ. ഇംഗ്ലീഷ് മീനിന്
ലവ് ബേർഡ്സൊക്കെ എങ്ങനെ എപ്പോഴും ചുണ്ടാണ് എന്താ ദിക്ർ ചൊല്ലിക്കൊണ്ട് ലാ യസാലു റത്ബൻ ദിക്രില്ല. സ്വർഗം നേടാൻ എളുപ്പവഴി ചോദിച്ച സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിന്റെ നാവ് അള്ളാഹുവിനെ സ്മരണ കൊണ്ട് നനഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടുക്കലേക്ക് ചില ഫത്വ ചോദിച്ച സ്വഹാബത്ത് വരും. ചോദ്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം മറുപടി പറയാൻ കുറച്ച് താമസമാണ്, ഉണ്ടൂല. കിബറോണ്ടല്ല, അറിവില്ലായത്തോണ്ടല്ല, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കുറച്ച് മഞ്ചാടിക്കല്ല് പോലുള്ള കല്ലുകൾ തുപ്പുത്ര തുപ്പിയിട്ട് അവിടെ വെക്കും. എന്നിട്ട് അദ്ദേഹം മറുപടി പറയും. ഇവർ ചോദിച്ചാൽ എന്തെങ്കിലും കല്ല് തൊള്ളിയിലുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും ഈ സാധനത്തിനെ നിയന്ത്രിക്കാൻ വേറെ മാർഗമില്ല. സ്വർഗ്ഗം ഉണ്ടെന്ന് റസൂലുള്ളാഹി വാഗ്ദാനം ചെയ്ത സ്വഹാബിയാണ്. നമ്മളെ തൊള്ളനിലൊക്കെ കോൺക്രീറ്റ് കല്ല് കയറ്റേണ്ടി വരില്ലേ അല്ലേ? സിമെൻറ്റ് പ്രൂഫാക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ അടങ്ങുമോ നമ്മളെ നാമം ചുണ്ടും ഇല്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സമയം അവസാനിക്കാനേ, സമയം എപ്പോൾ നിർത്തോട്ടെ. ടൈം എത്ര ഇവിടുത്തെ അലോട്ട് എനിക്കറിയില്ല. എത്ര വരെ പോവാം? ഈ 4 സ്വപ്നം പറഞ്ഞാൽ നിർത്തല്ലേ? 4 ശിക്ഷകൾ പറഞ്ഞാൽ അവസാനിപ്പിക്കും. ധാരാളം വിഷയങ്ങൾ ഇതിൽ പറയാം. കടം ബാക്കി വെച്ച മരിച്ച ആളുകൾ, ബന്ധുമിത്രാദികൾ കരഞ്ഞാൽ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടൽ, അഹ്കാമുൽ ജനായിസ്, മയ്യത്തിനോടും ഖബറിനോടുമുള്ള ഒരുപാട് മര്യാദകൾ ഒക്കെ വിഷയത്തിൽ വരാം. അള്ളാഹു തൗഫീഖ് ചെയ്താൽ മറ്റൊരവസരത്തിൽ ഇൻഷാ അല്ലാഹ് ബഅദ റമദാനോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോ നമുക്ക് അവസരം ഉണ്ടെങ്കിൽ വിളിക്കും. അപ്പോൾ നമുക്കൊരു ക്ലാസ്സും കൂടെ ഈ വിഷയം പൂർത്തീകരിച്ചെടുക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനിങ്ങനെ മലർന്നു കിടക്കുകയാണ്, മുസ്തജിയായി മലർന്നു കിടക്കുകയാണ്. ആ മലർന്നു കിടക്കുന്ന മനുഷ്യൻ്റെ കാൽഭാഗത്ത്, തലഭാഗത്ത് റജുലുൻ ഖായിം, ഒരു വലിയ മലക്ക് നിൽക്കുന്നുണ്ട്, മനുഷ്യൻ നിൽക്കുന്നുണ്ട്. മാഹു, അയാളുടെ കയ്യിൽ ഫീ സഖറത്തിൻ, വലിയൊരു പാറക്കല്ലുണ്ട്. ആ പാറക്കല്ല് ഇയാളെ മുഖത്തേക്ക് കണ്ട് ഒറ്റ എറിയലാണ്. എറിനോടുകൂടി മുഖം ഛിന്ന ഭിന്നമായി, തലയോട്ടി പൊട്ടിത്തെറിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് പലതും ഒലിച്ച് ഇയാളിങ്ങനെ പെട്ടയുന്ന സമയത്ത് ഈ കല്ലെടുക്കാൻ വേണ്ടി ആ മലക്ക് പോകും. തിരിച്ചു വരുമ്പോഴേക്കും അള്ളാഹു പഴയതുപോലെ തല വീണ്ടു വരും. ഇത് ഖബറിൽ മഹ്ശറ വരെ ഇയാൾ അനുഭവിക്കുന്ന ശിക്ഷയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയേ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അത് ഒരു മനുഷ്യനാണ്. അവൻ ആരാണ്? അയാൾ യഖ്റഊനൽ ഖുർആൻ, ഖുർആൻ ഓതുന്നതാണ്. യഹ്ഫദൂനൽ ഖുർആൻ, ഖുർആൻ മനപ്പാടാക്കിയതാണ്. എന്നാൽ 30 ദിവസവും മനപ്പാടാക്കിയ ഹാഫിദ് മാത്രമല്ല, നമുക്കൊക്കെ ഖുർആൻ മനപ്പാടാണ്. പക്ഷേ യനാമു അനി സ്വലാത്തിൻ മക്തൂബ, നിർബന്ധ നിസ്കാരത്ത് അതിൻ്റെ ഉള്ളിൽ ഉറങ്ങിയ ആളാണ്. ഹയ്യാലൽ ഫലാ ഹയ്യാലൽ സ്വലാ, വിജയത്തിലേക്ക് വാ, നമസ്കാരത്തിലേക്ക് വാ എന്ന് വിളിക്കുമ്പോൾ ഇന്ന് ആ വിളി കേട്ടുകൊണ്ട് എളുപ്പത്തിൽ വരാൻ കഴിയുന്ന മനസ്സ് ശവ്വാലിലും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയുന്നത്. യനാമ അനി സ്വലാത്തിൽ മക്തൂബ്, നിർബന്ധ നിസ്കാരത്തിൽ ഉറങ്ങുക. അസ്സലാത്തു ഖൈറും മിനൻ നൗം, എൻ്റെ അർത്ഥം എൻ്റെ ഉറക്കത്തെക്കാൾ നല്ലത് നമസ്കാരമാണ്, വിജയത്തിലേക്ക് വാ. ഈ വിളിയാളം കേട്ടുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കാൽപാദം കിടക്കപ്പായിൽ എഴുന്നേൽക്കാൻ റമദാനിൽ പെൽച്ചോറുന്ന ആളുകൊണ്ട് നമ്മൾ നീച്ചു. പിന്നെ ഉറങ്ങൂല, എന്തായാലും പള്ളിക്ക് വരും. പള്ളിയിൽ തന്നെ നിസ്കാരം ഒരു 5 മിനിറ്റ് കൂട്ടി നോക്കട്ടെ, അതിന് ശേഷം ഒരു ഹദീസ് വായിച്ചു നോക്കട്ടെ, ഒരൊറ്റ നിൽക്കുമോ? പണ്ടാറടക്കാൻ തറാവിയും കഴിഞ്ഞ് എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ഒന്ന് പോയി 12 മണിക്ക് ഉറങ്ങിയതാ. ഓൻ്റെ പകല് ഓൻ പഠിച്ചൊക്കെ പറയണമെങ്കിൽ ഓനക്ക് യൂട്യൂബിലാണ് പറഞ്ഞാൽ പോരെ അല്ലേ? അല്ല, നമ്മളൊക്കെ സ്ഥിതി അതാണ്, തമാശ അറിയില്ല. അപ്പോൾ ആ വിളിയാളം കേട്ട് റമദാനിൽ വരെ അസ്വസ്ഥാവും ഞങ്ങൾ. എന്നാൽ റമദാൻ കഴിഞ്ഞാലോ എവിടെ പള്ളിയിലേക്ക് വരുന്നത് ജമാഅത്തിന് വേണ്ടി? നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് 12, 13, 14, 10 വയസ്സുള്ള കുട്ടികളുണ്ട്, ഉറപ്പാണ്. എവിടെ പോയി റമദാൻ കഴിഞ്ഞാൽ ആ മക്കൾ കൈ പിടിച്ചു വരാൻ? അക്സറു സ്വലാത്തു അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഫജ്ർ വ സ്വലാത്തുൽ ഇശാ. മുനാഫിഖിന് ഏറ്റവും ഭാരമുള്ള 2 ജമാഅത്ത് നിസ്കാരമാണ്. ഒന്ന് സുബഹി ജമാഅത്ത്, മറ്റൊന്ന് ഇശാ ജമാഅത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ലം യഅലമൂന ഫീഹിമാ അതൗഹുമാ വലൗ ഹബ്വാ. ആ നിസ്കാരത്തിന് കൂലി എങ്ങാനും അവർ കണ്ടിരുന്നെങ്കിൽ മുട്ടുകാലിൽ എളിഞ്ഞവർ പള്ളിയിലേക്ക് വരുന്നത് സദഖ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, ഈ 2 നിസ്കാരത്തിന് ജമാഅത്തിന് കൃത്യമായി പങ്കെടുക്കുന്നവരാണ് ഞാൻ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നവർ ഒന്ന് കൈപൊക്കും എന്ന് പറഞ്ഞാൽ എത്ര ആക്കി നമ്മളെ കൂട്ടത്തിൽ കൈവെക്കാൻ പറ്റും? മനസ്സുകൊണ്ടെന്ന് ചോദിച്ചാൽ എത്ര ആക്കി പൊക്കാൻ പറ്റും? അപ്പം നിഫാഖിൻ്റെ അടയാളമായി സുബഹി ജമാഅത്തും ഇശാ ജമാഅത്തും
കട്ട് ചെയ്യണം. നിസ്കരിക്കണമെന്നല്ല, ജമാഅത്ത് കട്ട് ചെയ്യണം. ഖബറിൽ തലചതക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന ദമുൻ നഹർ, ഒരു ചോരപ്പുഴ. ആ ചോരപ്പുഴ ചുഴിയും ഒഴുക്കുമുള്ള പുഴയിൽ അവിടെ നിന്ന് ലക്ഷ്യത്തിലേക്ക് വേണ്ടി രക്ഷപ്പെട്ട ഒരാൾ വായു പിളർത്തി. കാരണം വെള്ളം കയറുമെന്ന് പേടിച്ചിട്ട് പൊന്തിച്ച് അങ്ങനെ നീന്തി വരികയാണ്. കരക്ക് നിൽക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ വായ്ക്ക് സമാനമായ കല്ലുകൾ എടുത്തിട്ട് ഇങ്ങനെ തൊള്ളിക്ക് വിട്ടുകൊടുക്കുക. ശ്വാസം കിട്ടാതെ അവൻ വീണ്ടും തിരിച്ചു പുറത്തു പഴയതിലേക്ക് മടങ്ങും. അപ്പോഴേക്ക് കല്ലെടുത്ത് ആൾ വീണ്ടും കല്ലെടുത്ത് വരും. അപ്പോഴേക്ക് വീണ്ടും നീന്തും, വീണ്ടും കയറി. ഈ എറിഞ്ഞാട്ടൽ ഖിയാമത്ത് നാൾ വരെ ഖബറിൽ അനുഭവിക്കുന്നു. ആരാണത്? വാക്കിലൊരു റിബ, പലിശ തിന്നവനാണ്. റിബ, അള്ളാഹു പലിശയെ ശപിച്ചിട്ടുണ്ട്. എഴുതണോനും കൊടുക്കണോനും വാങ്ങണോനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവരും തുല്യരാണ്. ബാങ്ക് വാടക, ബിൽഡിംഗ് വാടക കൊടുത്താലും തുല്യരാണ്. അതിൻ്റെ ഏർപ്പാടിന് പോയി ഒപ്പിട്ട് കൊടുത്താലും തുല്യമാണ്. പെങ്ങളുടെ കാര്യത്തിന്, അളിയൻ്റെ കാര്യത്തിന്, അഞ്ചൻ്റെ കാര്യത്തിന്, മൂത്താപ്പാൻ്റെ കാര്യത്തിന് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. മൂപ്പര് വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഖബറിൽ ഇപ്പം ശിക്ഷ ബാക്കി വാങ്ങിക്കോളും, ആരും ഉണ്ടാവില്ല. കടം പോലും വീട്ടാതെ മരണപ്പെട്ടു പോയ മയ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിക്കാതെ പിന്തിരിഞ്ഞപ്പോൾ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അനദൈ, ഞാൻ ആ കടം വീട്ടിക്കോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിച്ചു. പിറ്റേന്ന് ചോദിക്കുന്ന അബൂ ഖത്താദ, കളൈ വീട്ടിയോ കടം? അപ്പോൾ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന മാമാ താമസി, ഇതന്നെ വെച്ചിട്ടുള്ളൂ, എത്ര തിരക്ക്. നമ്മളങ്ങനെയാണല്ലോ. മയ്യത്ത് പള്ളിയിൽ കൊണ്ടു വെച്ചിട്ട് പറയും, നമ്മുടെ അബൂബക്കർ ഹാജി സമൂഹത്തിൽ വളരെ പ്രവർത്തിച്ച വ്യക്തിയാണ്, എല്ലാവരുമായി വളരെ ഇടപാടുണ്ട്, മക്കൾ കൊണ്ട് പ്രവൃത്തി കൊണ്ടൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഇടപാടെന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂത്ത മകനായ നാസർ, ഇള മകനായ ജബ്ബാർ, എളാപ്പ അബ്ദുറഹ്മാൻ സമീപിക്കാറ്. നിസ്കാരം കഴിഞ്ഞ് പെരീക്കണി ചെന്ന് നോക്കണം, വായിപ്പിച്ചു. മയ്യത്താണ് അറിയാതെ പോയി, എനിക്ക് തിരക്കായില്ലേ, അവിടെ തരാ. പിന്നെ എത്തിനതൊക്കെ പറഞ്ഞ ഈ ഡയലോഗ്. അമ്പലപ്പടിയിൽ മയ്യത്തണ്ട് ഇറങ്ങിയിട്ട് ആ പെരിയിൽ സ്വിച്ച് ഇടണമെങ്കിൽ, ആ ഫാൻ തിരിയണമെങ്കിൽ സ്വത്ത് ഓരിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നമ്മളോ വലിയ പാപ്പ മരിച്ച് 50 കൊല്ലം 40 കൊല്ലം കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ കാലം കൂടി കഴിഞ്ഞിട്ട് 10-25 കൊല്ലം എത്താപ്പോൾ ധൃതിയുണ്ട്, ഓരി വെക്കണം. ആ ഇടപാട് വീട്ടിലെ സാഹിബ് ഒറ്റീസം ഇന്നലെ മരിച്ചിട്ടുള്ളതെന്ന് ചെയ്യാൻ റസൂലൊക്കെ ഇഷ്ടപ്പെട്ടില്ല. വിശ്വാസം വിറ്റെന്ന് ചോദിച്ചു, യാ അബൂ ഖത്താദ അൻത ഖളൈതു, കടം വീട്ടി വെച്ചു. ഖളൈതു യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹി വീട്ടിയത് അല്ല. ആന ബരിദത്തു ജിൽദഹു, ഇപ്പോഴാണ് അവൻ്റെ തടി ഖബറിൽ പൊള്ളിപ്പിക്കൽ നിർത്തിയത്. ഒറ്റ ദിവസം ലേറ്റായി ഖബറിൽ ശരീരം പൊള്ളിപ്പിക്കൽ കടത്തിൻ്റെ പേര്. അപ്പോൾ ഏറ്റെടുത്തോ വീട്ടിയില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കണം ഖബറാളിയാണ്, നിങ്ങളല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇടപാട് ക്ലിയർ ആക്കണം. പലിശ വേണ്ട. പലിശക്ക് 70 ഐറ്റംസ് ഉണ്ട്. ഐസറുവ ഏറ്റവും ചെറുത്, ഉമ്മ, സ്വന്തം മാതാവിനെ വിചരിക്കുന്ന തുല്യമാണ്. പഞ്ചായത്തിൽ നിന്ന് കോഴിക്കൂട് കോഴി വെറുതെ വാങ്ങുക, കോഴി വളർത്താനൊന്നല്ല, വെറുതെ കോഴിയൊക്കെ 11,000 രൂപ ഉണ്ട്, എന്നാൽ വാങ്ങുക. അത് ചെറിയ ശതമാനമല്ലോ. റസൂൽ ഏറ്റവും ചെറിയ ശതമാനം സ്വന്തം മാനെ വ്യഭിചരിക്കുന്ന തുല്യമാണ്. അന്തസ്സോ അഭിമാനമുള്ളവർക്ക് പറ്റുമോ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കൽ? എങ്കിൽ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ചെന്ന സമയത്ത് അവിടെ ഫീ തന്നൂറൈൻ, ഒരു വലിയ വീപ്പക്കുറ്റി. നമ്മളെ ഓട്ടും കമ്പനിയിലൊക്കെ പോക്കോയിലുണ്ടല്ലോ നിങ്ങൾ, മുകൾ ഭാഗം അള്ളാഹു വയ്യിക്കൽ ഫഅസ്ഫലഹു വാസിഅ, അടിഭാഗം വിശാലമാണ്, മുകൾ ഭാഗം ഇങ്ങനെ ചെറിയ ഓട്ടയാണ്. വല്ലാത്തൊരു വീപ്പക്കുറ്റി. തഹ്തഹു യതവക്കഹു നാർ, അതിൻ്റെ അടിഭാഗത്ത് തീ ഇങ്ങനെ ആളി കത്തുന്നുണ്ട്. അതിൽ നിന്ന് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നിലവിളി ഞാൻ കേട്ടു. അള്ളാഹ് എനിക്കതിലേക്ക് നോക്കാൻ അവസരം തന്നു. അതിൽ ഞാൻ കണ്ടത് നിസാഉം വരിജാലുൻ ഉറാത്ത്, നഗ്നരായി ആണും പെണ്ണിങ്ങനെ മന്തി അൽഫാമോ ഷവായി തീരമായി തിരിയാ, മേത്തൊരു നൂലില്ല. സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മലക്കിനോട് ആരാണിത്? ഫഹും സുന, അവർ വേശ്യയാണ്, വേശ്യാവൃത്തിയിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, വേശ്യാവൃത്തിയിൽ നമ്മൾ ഏർപ്പെടുന്നത് ആ വഴി പോലെ ഇസ്ലാം അടച്ചു. വിചാരം കൊള്ള നിങ്ങൾ അടുത്തു പോകരുതെന്ന് പറഞ്ഞാൽ അതിലേക്ക് അടുക്കാനുള്ള എല്ലാ കാരണങ്ങളും അല്ലാഹു തആലയും റസൂൽ അടച്ചു. ഒന്നാമത്തെ കാരണം നോട്ടാണ്.
കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, മുഅ്മിനുകൾ പറഞ്ഞു നിങ്ങളെ കണ്ണുകൾ താഴ്ത്തണം. വകുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന, സ്ത്രീകളെ നിങ്ങളെ കണ്ണുകൾ താഴ്ത്തണം. നോട്ടമാണ് ഈ സെക്സിലേക്കുള്ള ഒന്നാമത്തെ പ്രവേശന കവാടം. അതുകൊണ്ട് തന്നെ വേഷവിധാനത്തിൽ കൃത്യമായ മാന്യത പാലിക്കണമെന്ന് ഖുർആൻ സ്ത്രീകളോട് പറഞ്ഞു. യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന ذلك أدنى أن يعرفن فلا يؤذين. يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير. എത്ര ആയത്തുകളാണ് സൂറത്ത് നൂറും സൂറത്തുൽ അഹ്സാബും റസൂലുള്ളാഹിയുടെ സ്വഹാബ വനിതകൾ പെൺകുട്ടികൾ പ്രത്യേകം പഠിച്ചിരുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ പെരീത്തെ കുട്ടികൾ ഇമ്മാർ സൂറത്ത് നൂറും സൂറത്തുൽ അഹ്സാബും പഠിച്ചിട്ടുണ്ടോ? മനപ്പാടാക്കല്ല, വായിച്ചു അർത്ഥം വായിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, നമ്മൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി സൂക്ഷ്മത പാലിക്കുക. ഈ 4 ഖബർ ശിക്ഷകൾക്ക് പുറമെ ഇഷ്ടം പോലെ നമുക്ക് വിഷയം പറയാം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ്സിനെ പോലും തോൽപ്പിച്ചു കളയുവാൻ പുണ്യങ്ങൾ നേടാൻ നമുക്ക് തന്ന ഈ അവസരം, അത് പിന്നെ നടുവിലത്തെ 10 തീരാൻ പോകും. ഇന്ന് ബദരീങ്ങൾ ആണ്ടാണ്. 16 നോമ്പ് മുഴുവനും അത്തയ്യാത്തിൽ ഒതു മുറിച്ചമാതിരി കളയാണ് നമ്മുടെ സമുദായത്തിലെ സമസ്ത മുസ്ലിയാക്കന്മാരും അവരനുയായികളായ സുന്നി സ്ത്രീ പുരുഷന്മാരും. ഞാനെന്താ ഖുർആൻ പറഞ്ഞു സൂറത്ത് സുമറിൽ, ഇന്നഹു മൻ യുശ്രിക ബില്ലാഹ്, അല്ലാഹുവിൽ ആര് പങ്കു ചേർത്തോ അവര് യഹ്ബത്തുന്ന അമലുക, അമലുകൾ പൊളിഞ്ഞു പോകും. നിസ്കാരം, നോമ്പ്, സക്കാത്ത് എല്ലാം പൊളിഞ്ഞു. ആ പൊളിഞ്ഞു പോണ അമല് ഷിർക്കാണ്. ആ ഷിർക്കാണ് ഇന്ന് നടക്കുന്നത്. മഹാന്മാരെ ബദർ ശുഹദാക്കൾ വിളിച്ചുകൊണ്ട് പള്ളികളിൽ തേടുകയാണ്. വിഷമങ്ങൾ തേടിയവനോട്, വേദനകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നോട് ബദർ ശുഹദാക്കൾ വിളിച്ചു തേടിക്കോ. അല്ലൽ മികന്ത കടത്തിലകപ്പെട്ടോർ അസുമാരത്താൽ കടം വീടുമെന്നോവർ, കടം കൊണ്ട് ബുദ്ധിമുട്ടും ഈ അസ്മാഉൽ ബദീനെ വിളിച്ചാൽ കടം വീടും. എല്ലാ ബലാലും ആപത്തും ഇടങ്ങേറുകൾ മൂസിബത്തും ബദിരികളെ ബർക്കത്തിനാൽ യമികാക്കണം യാ റബ്ബനാ. തവസ്സുൽ ചെയ്യുന്നു, നേർക്കുനേരെ സിയാസ ചെയ്യുന്നു. അല്ലാഹു തആല റസൂലിനോട് അല്ല പറഞ്ഞതോ, കുൽ പറയ് നബിയെ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ അല്ലാഹുവിനോട് മാത്രമേ ഇത് വരക്കുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദ, അതിനാണ് പങ്കു ചേർക്കൂല. ഈ ബിദ്അത്തും ശിർക്കും ചെയ്ത് ബദരീകളെ പേരിൽ ഇറക്കണ ഈ പോത്ത്, ആ ചോറ്, അത് വിചാരിച്ച ടേസ്റ്റ് അല്ല കേട്ടോ. ശൈത്താൻ ഉരം കൂട്ടുന്ന അനാചാരങ്ങളുടെ ഭക്ഷണത്തിന് നല്ല രുചി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വയല് പറഞ്ഞാലും ആ പോത്തിറച്ചിയും ആ വെച്ച നെയ്ച്ചോറും ഇങ്ങനെ കൈമലാക്കിയാണ്ട് സമസ്തക്കാർ പറയും, എൻ്റെ വഹാബിയെ ഇത് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൻ്റെ ടേസ്റ്റ് അതാണ് തിന്നിട്ടപ്പം. ഇന്ന മാഫി ബുത്തൂനിഹിം നാറ, കത്തിച്ചെരിക്കുന്ന നരകാട്ടികളെ തീനാളം അവൻ്റെ വയറ്റിലേക്ക് വന്ന് നടക്കേണ്ടി വരും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുക, അതിന് വേണ്ടി വെള്ളം കൊടുക്കുക, സഹകരിക്കുക, അവിടെ പോവുക. അവിടുന്ന് ഏട്ടനും അഞ്ചനും മൂത്താപ്പിയൊക്കെ ചിലപ്പോൾ മറ്റേക്കാരം. അപ്പോൾ വരുന്ന ചോറല്ലേ ഇറച്ചിയല്ലേ, നമുക്ക് നീയത്തൊന്നുമില്ലല്ലോ, തിന്നൂടെ, തൊട്ടു പോകരുത്, സഹകരിക്കരുത്. ഹറാമാണ്, ശിർക്കാണ്, കുഫ്റാണ്, പാടില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരങ്ങളെ, വത്തക്കുന്നാർ വലോ ബിശിക്കി തംറ, കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും നരകത്തിങ്ങൾ കാക്കൂ എന്ന് സ്ത്രീകളോട് റസൂൽ റമദാൻ പ്രത്യേകം പറഞ്ഞു. എന്താ കാരണം? സ്വതക്കയാണ്. ധാരാളം പിരിവുകൾ റമദാൻ നമുക്കുണ്ടാവും. ശൈത്താനെ കെട്ടിടും. അതുകൊണ്ട് തന്നെ അമലിൽ ഉണ്ടാക്കാനും നല്ല നീയത്തുണ്ടാവും. പക്ഷേ ഒരു പരാതി ഉണ്ട് മുജാഹിദീങ്ങൾക്ക്. എന്താ? ശൈത്താനെ കെട്ടിടുന്ന ശരിയാണ് മൗലവി, പക്ഷെ പിരിവേറെ തുറന്നിടല്ലേ. ശൈത്താനെ കെട്ടിയിട്ട് കാര്യമുണ്ടോ? ആ നിസ്കരിച്ചാൽ ളുഹൂറിന് വന്ന താടിച്ച മൂല്യരെ കൗത്തിലൊരു ബാഗ് കക്ഷത്തിൽ, അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു മഞ്ഞ കളർ റസീറ്റ് ഉണ്ടാവും. ചിലവർ നിസ്കാരം കഴിഞ്ഞാൽ അപ്പം കഫക്കെട്ടിന് തുറന്നു. നമ്മളെയൊക്കെ പാവം കഫറിലോട് തുപ്പണ്ടേ, ഇറക്കാൻ പറ്റില്ല, തുപ്പാൻ പോകും, അല്ല മുങ്ങാൻ പോകും. ചിലവർ മൂത്രയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമൊക്കെ പിടിക്കും. അപ്പോൾ ചോദിച്ചാൽ അത് നിസ്കാരം വരെ പിടിച്ച് കയറും, ഇപ്പോൾ ഒഴിച്ചുകൊണ്ട് പോരും, ഇവിടെ ചെരുപ്പിട്ടാണ് പോകും. വെള്ളമല്ലട്ടാ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് മുങ്ങിയാൽ അവസാനം റമദാൻ കഴിഞ്ഞ് കണക്കൂട്ടുമ്പോൾ വിട്ട ഈത്തപ്പഴത്തിൻ്റെ കുരും ഈ സ്പൂൺ കൊണ്ട് ചുരണ്ടിട്ട വത്തക്കൻ്റെ തൊണ്ടുണ്ടാവും. മീസാൻ നിറക്കാനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിന്നൊരു പിരിവേറ്റ് വന്നതാണ്. അതിനും വേണ്ടിയിട്ട് ഹദീസ് അല്ല. കൂരിയാട് മസ്ജിദുൽ ഹക്ക്, ഇവിടെ റാഫി ഇരിക്കുന്നുണ്ട്, അവനക്കറിയാം പള്ളിൻ്റെ അവസ്ഥ. മുത്തന്നൂർ പള്ളിക്കേസ് എന്നാണ് പള്ളിക്കേസ് ചരിത്രത്തിലേക്ക്.
മയ്യത്ത് പറയാൻ അവർ അനുവാദം കിട്ടിയ അതിനോട് സമാനമായ മറ്റൊരു സംഭവമുള്ള വലിയൊരു പള്ളിയാണത്. അലാക്കിൻ്റെ പള്ളിയല്ല, ചെറിയ പള്ളിയാണ്, സംഭവം വലുതാണ്. അതിൻ്റെ പിന്നാമ്പുറങ്ങൾക്കൊന്നും ഞാൻ പോകുന്നില്ല. സോഷ്യൽ മീഡിയയിലെ ദഅവത്ത് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ആ പള്ളി ഇന്ന് കേരള മുജാഹിദിൻ്റെ അധ്യക്ഷതയിലാണ്, ആശയാദർശം പ്രചരിപ്പിക്കുന്ന പള്ളിയാണ്. അൽഹംദുലില്ലാഹ് അത് കൊണ്ടുനടക്കാൻ ഞങ്ങൾ മാറിയ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. സാമ്പത്തിക ശേഷി ഇല്ലാത്ത മഹലാണ്. അതുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് റമദാനും വരുന്ന കാലങ്ങൾക്കും ധാരാളം പൈസ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹകരണം ഇൻഷാ അല്ലാഹ് ചെയ്യുക, അറിഞ്ഞു കൊടുക്കുക, കരൾ പൊളിച്ചു കൊടുക്കുക, സ്ത്രീകൾക്ക് ധാരാളം ചെയ്യാൻ കഴിയുന്നത് കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ജാരിയായ സ്വതക്കയായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടലിൽ ധാരാളം ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിൻ്റെ 17 രാവിൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ആയിലാൾക്ക് വേണ്ടി സ്വഹാബത്തിൻ്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ പങ്കുചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു വരുമാറാകട്ടെ. ഖബറിൽ നിന്ന് സ്വർഗ്ഗം കെട്ടി കിടക്കുന്ന ഭാഗ്യവരും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ മഹ്ശറയുടെ തണൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലത്തേക്ക് ഗ്രന്ഥമേറ്റു വാങ്ങി സിറാത്ത് പാലം കടന്ന് ഹൗദുൽ കൗസർ കുടിച്ച് സ്വർഗ്ഗത്തിൽ പോകുന്ന ഭാഗ്യവാന്മാർ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഖബറിൽ കിടക്കുന്ന ബന്ധുമിത്രാദികൾ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ വഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅജിർ വാലിദീനാ മിനൻ നാർ ഉമ്മഹാത്തിനാ വഅബാഇനാ വഅസ്വാജിനാ وأولادنا وعشيرتنا من النار. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم ربنا تقبل منا صلاتنا وصيامنا وركوعنا وسجودنا واعتدالنا يا أرحم الراحمين. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه إنه الغفور الرحيم. وصلى الله وسلم تسليما كثيرا. السلام عليكم ورحمة الله وبركاته.